പീലാത്തോസ് പ്രധാനാചാര്യന്മാരോടും പുരുഷാരത്തോടും, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരാകട്ടെ, ഇവൻ യഹൂദിയിൽ മുഴുവനും ഉപദേശം നടത്തി ഞങ്ങളുടെ ജനത്തെ ക്ഷോഭിപ്പിച്ചിരിക്കുന്നു. അത് ഗലീല മുതൽ ഇവിടം വരെ എത്തിയിരിക്കുന്നു എന്ന് അട്ടഹസിച്ചു പറഞ്ഞു. പീലാത്തോസ് ഗലീല എന്ന് കേട്ടപ്പോൾ, ഈ മനുഷ്യൻ ഗലീലാക്കാരനാണോ എന്ന് ചോദിച്ചു. ഹെറോദോസിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ ഹെറോദോസ് ആ നാളുകളിൽ യെരൂശലേമിലായിരുന്നത് കൊണ്ട് ഹെറോദോസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദോസ് യേശുതമ്പുരാനെ കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. എന്തെന്നാൽ അവനെ കുറിച്ച് പല കാര്യങ്ങളും അവൻ കേൾക്കുകയും വല്ല അത്ഭുതങ്ങളും അവനിൽ നിന്ന് കാണാമെന്ന് വിചാരിക്കുകയും ചെയ്ത് വളരെ കാലമായി അവനെ കാണുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുതമ്പുരാനോട് പലതും ചോദിച്ചു, ഒന്നും ഉത്തരം പറഞ്ഞില്ല. എന്നാൽ പ്രധാനാചാര്യന്മാരും ശ്രോപ്യന്മാരും അവനിൽ കഠിനമായി കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നിരുന്നു. ഹെറോദോസും അവന്റെ പടയാളികളും അവനെ നിന്ദിച്ചുകൊണ്ട് പരിഹാസമായിട്ട് ചുവപ്പ് കുപ്പായം ധരിപ്പിച്ച് വീണ്ടും പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊലപാതകവും നിമിത്തം കാരാഗ്രഹത്തിലാക്കപ്പെട്ടിരുന്നവനായി അവർ ആവശ്യപ്പെട്ടിരുന്നവനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുതമ്പുരാനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. യേശുതമ്പുരാനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചിട്ട് കുരിശിൽ തറയ്ക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ലമുറിയോ ചോദ്യം, നിജദാസനിൽ നിന്നേ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ പ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ, എന്റെ പുത്രാ, നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകി കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിന്റെ കയ്യിൽ നീ നിന്നെ എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ പുത്രാ, എനിക്കു കഷ്ടം. എന്റെ വാത്സല്യവാനേ, എനിക്കു കഷ്ടം. ഇന്നു നിനക്ക് എന്താ സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ലീബാത്തോളിൻ മേൽ താങ്ങി ഘോഷിച്ചു. കഷ്ടമെനിക്കെന്തുളവാ
തരുവിൽ ഉന്നത സുതനെ ദേശിച്ചെന്തിനു പകയ സകലർക്കും നന്മകൾ നീയരുളി ആരോഗ്യം നിഖിലർക്കും നൽകി പ്രതിഫലമായി സ്കീപാമേ ലെന്തിന്നീ പരിഹാസം എന്നെ കൈപ്പവരയ്യോ തീറ്റി തന്നുകുടിപ്പാൻ കൈപ്പേറും പാനീയം ഹല്ലേലൂയ ലമുറിയോ ശുഭവാലയും വലൈക്കും റഹ്മാഉൽ Evangelion Kadisho men Matais Liho വഴിയുടെ പടയാളികളെ ശുതമ്പുരാനെ കൂട്ടിക്കൊണ്ട് പ്രത്താറിൽ നിന്ന് മണ്ഡപത്തിലേക്ക് പോയി. പട്ടാളത്തെ എല്ലാം അവന്റെ അടുക്കൽ കൂട്ടി അവർ അവന്റെ ഉടുപ്പ് മാറ്റി ഒരു ചുവന്ന കുപ്പായം ധരിപ്പിച്ചു. അവന് രക്താംബരം ധരിപ്പിച്ചു. മുള്ളുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. വലതു കൈയിൽ ഒരു കോലും കൊടുത്ത് മുമ്പിൽ മുട്ടുകുത്തി. അവനെ അവർ പരിഹസിച്ചു. അവന് വന്ദിപ്പാൻ തുടങ്ങി. അവർ അവന്റെ അടുത്ത് ചെന്ന് യഹൂദന്മാരുടെ രാജാവേ വാഴുക എന്ന് പറഞ്ഞ് അവന്റെ കരണത്തടിച്ചു. അവർ അവനെ തുപ്പുകയും കോലെടുത്ത് അവന്റെ തലയിൽ അടിക്കുകയും ചെയ്തു. പിലാത്തോസ് പിന്നെയും പുറത്തേക്ക് വന്നവരോട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിനായിട്ട് ഇതാ ഞാൻ ഇവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി വിടുന്നു എന്ന് അവനെ ശാസിച്ചിട്ട് അവനോട്, അതേ ശിക്ഷയിൽ തന്നെ പെട്ടിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം യഥായോഗ്യം പ്രവർത്തിക്കനുസരണമായി നീതിപരമായ പ്രതിപകരം അനുഭവിച്ചിരിക്കുന്നു. എന്നാൽ ഇവനാകട്ടെ യാതൊരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുതമ്പുരാനോട്, എന്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവനോട്, നീ ഇന്ന് എന്നോട് ഒരുമിച്ച് പറുദീസായിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണി സമയമായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടായി. സൂര്യൻ ഇരുണ്ടുപോയി. ലമറിയോ സഗുത്തോ നിൻ വരവിൻ മഹിമാ സമൂഹത്തിൻ പതിയെ ക്രൂശിതനായി ശ്ലീബവൃക്ഷത്തിൽ ദർശിച്ചപ്പോൾ ആത്മീയന്മാർതൻ നിവഹം ശോഭിച്ചു. വന്ദിമയന്മാരും സംഭ്രമമാണ്ടു. ക്രൂശകവൃന്ദത്തെ ചെന്നു നശിപ്പിപ്പാൻ ഗബ്രിയേൽ നോക്കി. തോഴൻ മീഖായേൽ താനും തിരുവുള്ളത്താൽ താൻ തരുവിൽ ക്രൂശിതനായി അഗ്നിമയന്മാരെ ശോഭിക്കേണ്ട.
ധർമ്മവിഹീനന്മാർ തരുവിൽ ക്രൂശിച്ചോ രുടയോനെ കണ്ടിട്ടടിയാൻ സൂര്യൻ കതിരുകളെ നീക്കി സ്കീപായിൻ മീരെ ഭൂപതിയാർഗിക്കും ബഹുമതി നൽകിരികേ ജഗതി വിധിനാഥൻ മൗലി നമിച്ചേറ്റാൻ കൂറ്റം ദാസൻ പോൽ ക്രൂശിക്കുന്നേവം പീലാത്തോസോടായി ഇന്നാൾ തരുവിന്മേൽ തൂങ്ങിയ ദൈവത്തെ കണ്ടപ്പോളം കൊണ്ടു സൂര്യൻ ഗഗനത്തിൽ നിന്നുള്ള ഏകജാതനായ കർത്താവേ, നിഷേധികളായ ഇസ്രായേൽ മക്കൾ ലജ്ജകൂടാ നിന്നെ സ്കീപ്പായിൽ തൂക്കിയെ കൊണ്ടുകൊണ്ടു നിന്റെ വിലാവ് തുറന്നു നിന്നിൽ നിന്നു രക്തവും വെള്ളം ഒഴുകി ഗോകുൽതാമേൽ സ്കീപ്പായിൽ ജീവന്റെ ഉറവ ചീന്തി ജാതികൾ വിശ്വസിച്ച് വിഗ്രഹങ്ങളുടെ വഴിയിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെട്ടു. സഹിയോ അൻപുത്തി ഭ്രാന്ത് പിടിച്ച് ഗോകുൽതാമേ ശ്രീപായൽ ദൈവപുത്രനെ കുരിശിക്കുകയും വടികൊണ്ട് തന്റെ തലയ്ക്ക് അടിക്കുകയും താൻ അവരുടെ നൊമ്പരങ്ങളെ സൗഖ്യമാക്കിയിരുന്നപ്പോൾ അവർ തന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു. നമ്മെ പർദീസാലേക്ക് തിരിപ്പാൻ നമ്മുടെ അരിഷ്ടവർഗത്തിനു വേണ്ടി ഇത്രയും കഷ്ടതകളും അടികളും ആക്ഷേപങ്ങളും കൃപ ചെയ്തിടണമേ മഹിതമതാം നിൻഹാശായാൽ നിൻഹാശായിൽ ചേർന്നടിയാൽ നേടണം അവകാശം രാജ്യമേവാ എന്നങ്കിക്കായി ചീട്ടിട്ടു ഹല്ലേലൂയ ലമറിയോസ് അലൈഹിം വലൈക്കും റഹ്മാഉൽ അവൽമീൻ ആമീൻ മൻ മതായി സ്ലീഹോ ഖബ്റാ യേശുവിന്റെ പരിചയക്കാരെല്ലാവരും ഗലീലായിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്ന സ്ത്രീകളും ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നു. ഗലീലായിൽ നിന്ന് യേശുവിന്റെ കൂടെ വന്നിരുന്നവരും അദ്ദേഹത്തെ പരിചരിച്ചിരുന്നവരുമായി പല സ്ത്രീകളും ദൂരെയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരുത്തി മഗ്ദലനക്കാരി മറിയാം, മറ്റവൾ യാക്കോബിന്റെയും യൗസിയുടെയും മാതാവായ മറിയാമും, പിന്നൊരുത്തി സബദായി പുത്രന്മാരുടെ മാതാവും ശലോമും മുസ്ലിമിലേക്ക് അദ്ദേഹത്തോടു കൂടി പോയവരുമായ മറ്റു പല സ്ത്രീകളുമായിരുന്നു. അത് വെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് ശവശരീരങ്ങൾ കുരിശിൽ രാത്രി സ്ഥിതി ചെയ്യരുതെന്ന് യഹൂദന്മാർ പറഞ്ഞു.
എന്തെന്നാൽ ശാബത് ആസന്നമായിരുന്നു. ആ ശാബത് മഹാദിനവും ആത്മാക്കളെ രക്ഷിച്ചോരു നിൻ ശ്രീവായ നമീക്ഷങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മശിഹായോർക്കം നീ വന്നിടുമ്പോൾ ആത്മാക്കളെ രക്ഷിച്ചോരു നിൻ ശ്രീവായ നമീക്ഷങ്ങൾ ചോരനോടൊപ്പം നീ ഭൂമധ്യത്തിൽ ക്രൂശിതനായൊരു വേളയതിൽ യവനിക ചിന്തിപ്പോയി ഒഴിയുമകിലം വിറകൊണ്ടു സംഭ്രമമോടും ഘോഷിച്ചാൽ താതന്മാരുടെ ദൈവം നീ വാഴ്ത്തപ്പെട്ടവനാകും. തൃക്കൈ തുണ ചെയ്തെന്നെ വളർത്തും നിൻ ശിക്ഷ സംധാനം ചെയ്തൊരു തരുകൂ സീമകളെ പരിരക്ഷിപ്പാൻ തൂക്കപ്പെട്ടൊരു കുഞ്ഞാടിൻ ശ്രീഹാ തന്നുടെ ദൃഷ്ടാന്തം തന്നുടെ പൂജാ ദിവസത്തിൽ പാലും പാലും പുരുമോദാൻ എന്നാൾ ഘോഷിച്ചിടുന്നു നാമും ചേർന്നോതിയിടേണം. നിൻഭാഷായിൽ ചേർന്നടിയാ നേടണമവകാശം രാജീദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നണമെന്താ. സവിധേ ചെന്നു ഗോകുൽത്തായിൽ തലതാങ്ങി സങ്കടദയനീയ ധ്വനിയോടേകാത്മജനെ പ്രതികേണാൻ തരുവിൽ തൂക്കിയ സുതനെ കണ്ടതി ദുഃഖം കണ്ണീർ ചിന്തി ഇടറിയ സങ്കടനാഥ
സഖികളും അവളൊപ്പം കേണു കഷ്ടതയും വ്യഥയും പൂണ്ടു ദേവാ ദയുണ്ടാകേണം നാഥാ കൃപ തോന്നണമെന്താ. നിലവിളിയൊടുമറിയാം ചൊന്നാൾ മൂകപ്രകൃതികളിളകുന്നു. മകനേ നാലവിരും ചുറ്റി തിരുവകമെന്നവിരും നിന്നായി സകലരെയും ചേർപ്പാൻ നാഥാ ഗരുഡത്വമെനിക്കാരേകി നിൻ കബറേറ്റാലിന്നാൾ കേഴുന്നേൻ മോദിക്കുന്നേൻ വിഗത സമൂഹത്താൽ ദുഃഖം രക്ഷിത സഭയാലാനന്ദം നിൻ കല്ലറ മണവര തുല്യം മകര